അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സൂറത്ത്, പ്രധാനപ്പെട്ടൊരു വിഷയം, അതായത് കടം എന്നുള്ള ഒരു ദുരന്തം, ഒരു പ്രയാസം വല്ലാതെ മനുഷ്യനെ ടെൻഷനിലാക്കുന്ന, മനുഷ്യന്റെ ജീവിതം തന്നെ നശിച്ചു പോകാനും സമാധാനമില്ലാതെ ജീവിക്കാൻ, മനസ്സിനൊരു സമാധാനം കിട്ടാതെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ കാരണമാകുന്ന ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ടാണ് കടം എന്നുള്ളത്. മനുഷ്യന് സാഹചര്യങ്ങൾ വരുമ്പോൾ, കുടുക്ക് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ എടുത്തു വെക്കുന്ന ഒരു വസ്തുവാണ് കടം എന്നുള്ളത്. എന്നാലും ഈ കടം എന്നുള്ളത് വല്ലാത്ത ഡേഞ്ചറാണ്. കടത്തോടുകൂടെ ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് അള്ളാഹു തആല പുറത്തു കൊടുക്കുകയില്ല. എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്താലും കടം എന്നുള്ളത് റബ്ബ് പുറത്തു കൊടുക്കുകയില്ല. അപ്പൊ കടങ്ങൾ ഒക്കെയും മനുഷ്യരുമായിട്ടുള്ള കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടണം. അള്ളാഹു തആല അതിന് നമുക്ക് എല്ലാവിധ വഴികൾ തുറന്നു തരട്ടെ. എന്നാൽ അതിന് പറ്റിയ ഏറ്റവും ഒരു പരിഹാര മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് പറയുകയാണ്, നബിയെ, ധാരാളം കടമുണ്ട്, ഒരു പരിഹാര മാർഗം തങ്ങളൊന്ന് കാണിച്ചു തരണം. അപ്പോഴാണ് തങ്ങൾ പറയുന്നു, നീ നിന്റെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത്, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ വീട്ടുകാരോട് സലാം പറയണം. ഇനി വീട്ടിൽ ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്യണം. എന്നാൽ എൻ്റെ കടങ്ങളൊക്കെയും തീർന്നു കിട്ടും. അത്രയും മഹത്വമുള്ള ഒരു വിഷയമാണ് കടങ്ങൾ തീർന്നു കിട്ടാൻ ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ഈ പറഞ്ഞു വെച്ചത്. വീട്ടിലേക്ക് കടക്കുന്ന വേളയിൽ സലാം പറഞ്ഞു കയറുക, ആ വീട്ടുകാരോട് സലാം പറയുക, പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു തആല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കടങ്ങളെ തൊട്ട് രക്ഷപ്പെട്ടു നല്ല നിലക്ക് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.